നീതി പണ്ടേ ചത്തുപോയിണ്ട്, വാസപാതി പോയിണ്ട്. എന്റെ നാവിന്റെ അറ്റത്തെല്ലാം കാട്ടുമണ്ണ് നരമിനുക്ക. കൂടെ പഠിച്ചവരെല്ലാം വേനലവധിക്ക് ശേഷം 10ാം ക്ലാസ്സിലേക്ക് കടന്നപ്പോൾ പ്രകാശിനെ അച്ഛൻ കൈപിടിച്ചു കൊണ്ടുപോയത് നാട്ടിലെ തോട്ടങ്ങളിലേക്കാണ്. അതോടെ പഠനം നിലച്ചു. കൂലിപ്പണിയുടെ ഒഴിവുവേളകളിൽ എപ്പോഴോ കവിത കുത്തിക്കുറിക്കാൻ തുടങ്ങി. പിന്നീട് വായന ശീലമാക്കി. ഗോത്രഭാഷയിൽ നിരവധി കവിതകൾ എഴുതി. ഗോത്ര കവിതകൾ എന്ന സമാഹാരത്തിലെ പ്രകാശിന്റെ കവിതകളിൽ ഒന്നാണ് പാഠപുസ്തക പരിഷ്കരണ സമിതി തെരഞ്ഞെടുത്തത്. കാടൻകൊരു ഭാഷയുണ്ട്, മണയുണ്ട്, പാട്ടുണ്ട്, പയമുണ്ട്. വീണ്ടും മുളച്ചത് ചാഞ്ചു മുളച്ചത് കാടങ്ങനെ. വീണ്ടും മുളച്ചത് ചാഞ്ചു മുളച്ചത് കാടങ്ങനെ. ഏതൊരു എഴുത്തുകാരൻ്റെയും സ്വപ്നമാണ് സിലബസിൽ കവിത വരിക എന്നുള്ളത്. അത് ഇവിടെയും ദൈവം വിചാരിച്ചത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തിലാണ് ഇപ്പം ഞാൻ. അശോകൻ മറയൂരാണ് ഗോത്ര സാഹിത്യം ആദ്യമായിട്ട് കൊണ്ടുവന്നത്. മുതുവാൻ ഭാഷയിലാണ് അദ്ദേഹം കവിത ചെയ്തത്. ആ കവിത വായിക്കുകയും അപ്പോൾ അങ്ങനെ വായിക്കപ്പെടുമ്പം ഇതിന് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ നമുക്കും നമ്മുടെ ഭാഷയിൽ സാഹിത്യമുണ്ട്, അതും പൊതുസമൂഹത്തിലേക്ക് അറിയേണ്ടതുണ്ട്, നമ്മുടെ പ്രശ്നങ്ങളും പറയേണ്ടതുണ്ട്, അതെല്ലാം അക്ഷരങ്ങളിലൂടെ പറയാമെന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം അവിടം തൊട്ടാണ് ഞാനും ഗോത്ര ഭാഷയിലൂടെ കവിതയിലേക്ക് കടന്നു വരുന്നത്. തങ്ങളുടെ മകൻ എഴുതുന്നത് എന്തെന്ന് ഇപ്പോഴും ഈ അച്ഛനും അമ്മയ്ക്കും അറിയില്ല. പ്രകാശിനെ തേടി ആളുകൾ എത്തുമ്പോൾ അത്ഭുതത്തോടെ നോക്കുകയാണ് അച്ഛൻ ശങ്കരനും അമ്മ കുമ്പയും. മലവേട്ടുവ സമുദായാംഗമായ പ്രകാശൻ ഒച്ചയൊച്ച കല്ലുകളെ എന്ന പേരിൽ മലവേട്ടുവ ഭാഷയിലും കവിതാ സമാഹാരം പുറത്തിറക്കിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. സാരംഗ് നമുക്കൊപ്പമുണ്ട്. സാരംഗ്, പ്രകാശിന് അച്ഛനും അമ്മയും അത്ഭുതത്തോടെ കാണുന്നത് പോലെ തന്നെ അത്ഭുതകരമായ ജീവിതം തന്നെയാണ്. കാരണം 9ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയ ആൾ എഴുതുന്നത്, പിന്നീട് സ്കൂളിൽ കുട്ടികൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതാനുഭവങ്ങൾ അയാളെ എത്രത്തോളം മികച്ചതാക്കി, അല്ലെങ്കിൽ എത്ര അനുഭവങ്ങൾ നൽകിയെന്നതിൻ്റെ ഉദാഹരണമാണ്. പറയൂ പ്രകാശിനെ കുറിച്ച്. ദിവിഷേട്ടാ, ഗുഡ് ഈവനിങ്. നമ്മൾ സാധാരണ പറയുന്ന സമയത്ത് ഒരു എഴുത്തുകാരനെ അല്ലെങ്കിൽ ഒരു സാഹിത്യകാരനെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ പ്രൗഢമായൊരു നിമിഷമാണ് അയാളുടെ കൃതികൾ, അയാളുടെ എഴുത്തുകൾ ഒരു പാഠപുസ്തകത്തിൽ അച്ചടിച്ചു വരിക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പാഠപുസ്തക സമിതി അയാളുടെ എഴുത്തുകളെ ഒരു പാഠപുസ്തകത്തിൻ്റെ ഭാഗമാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും ഒരാൾക്ക് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും ഉയർച്ചയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ പോലും, സാധാരണക്കാരനെ സംബന്ധിച്ചാണെങ്കിൽ പോലും അയാളുടെ എഴുത്തുകൾ അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമാണ്. കാരണം അയാൾ എഴുതുന്ന എഴുത്ത്, അയാളുടെ ആശയങ്ങളൊക്കെ തന്നെ വരും തലമുറകൾക്ക് ആവശ്യമാണ്, അവരത് പഠിക്കേണ്ടതാണ് എന്ന് കൂടി അംഗീകരിച്ച് നൽകുന്നുണ്ട് ഇത്തരത്തിൽ ഒരു മുന്നേറ്റം. അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും പാഠപുസ്തക സമിതിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അതിനെ നമ്മൾ സാധാരണക്കാരെന്ന രീതിയിൽ നമ്മൾ അഭിനന്ദിച്ചേ മതിയാകുള്ളൂ. പ്രകാശൻ ചേട്ടൻ സാധാരണ ഒരു കൂലി തൊഴിലാളിയാണ്. സാധാരണ 9ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള, നമ്മുടെ നാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു സാധാരണക്കാരൻ ഒട്ടേറെ കാലമായിട്ട് സമൂഹത്തിൽ അടിച്ചമർത്തലുകൾക്ക് വിധേയമായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധി, ഒരു കാടിൻ്റെ മകൻ, മലവേട്ട് സമുദായത്തിൽ നിന്ന് വന്ന് ഒട്ടേറെ തവണ സമൂഹത്തിൻ്റെ നാനാ വിഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെ അടിച്ചമർത്തലുകൾക്കൊക്കെ നേരിടേണ്ടി വന്ന് പൊരുതി വന്ന ഒരു തലമുറയുടെ പ്രതിനിധിയാണ് അദ്ദേഹം. 9ാം ക്ലാസ് വരെ പ്രകാശൻ ചേട്ടന് പഠിക്കാൻ സാധിച്ചിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഒക്കെ തന്നെയായിരുന്നു ആ കാലത്ത് ആ നാട്ടിലുണ്ടായിരുന്നത്. ബളാല് പോലുള്ള സാധാരണക്കാരുടെ പ്രതിസന്ധികളെയൊക്കെ മറികടന്ന് അല്ലേ വായനയുടെയും എഴുത്തിൻ്റെയും ഒക്കെ ലോകത്തേക്ക് പ്രകാശിന് പോകാൻ കഴിഞ്ഞ് പ്രകാശിനെ കൈയടിച്ചു തന്നെ അഭിനന്ദിക്കണം. കൂടുതൽ എഴുത്തിലേക്ക് പ്രകാശിൻ്റെ ജീവിതം വഴിമാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.